നമസ്കാരം. പ്രവാസ ലോകത്തെ ഇന്ത്യൻ സമൂഹത്തിന് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ. കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ഒരു സംഘടനയുടെ ഭരണസമിതി പ്രതിനിധികളാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. പ്രസിഡന്റ് മിസ്റ്റർ നിസാർ തളങ്കരയും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ ശ്രീപ്രകാശും. ഈ ഒരു സംഘടനയെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. നമുക്ക് അവരിൽ നിന്ന് തന്നെ തുടങ്ങാം. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. നമുക്കറിയേണ്ടത് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരുപാട് അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. UAE പോലുള്ള ഒരു രാജ്യത്ത് ഷാർജ സാംസ്കാരിക മേഖലകളിൽ അതുപോലെ തന്നെ ജീവകാരുണ്യ നിയമസഹായ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ ഇടപെടലുകളാണ് നമ്മൾ ഈ ഒരു സംഘടന ചെയ്യുന്നത്? 1979 എന്ന വർഷത്തിൽ തുടങ്ങിയ ഒരു മഹത്തായ സംഘടന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. ഇതിനെ കിടപിടിക്കാൻ ലോകത്ത് വേറെ പ്രസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഡൗട്ട്ഫുള്ളാണ്. രണ്ട് കാരണമാണ്. ഒന്ന്, ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് അടിസ്ഥാനപരമായി അടയാളപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. ഇവിടെ വ്യത്യസ്ത തലങ്ങളിൽ ചിന്തിക്കുന്ന ആൾക്കാർ, വ്യത്യസ്ത തലത്തിൽ പ്രവർത്തിച്ച ആൾക്കാർ ഒന്നിച്ചു നിന്നുകൊണ്ട് മൊത്തത്തിൽ ഇന്ത്യൻ പ്രവാസ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനും അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നോക്കാനും ആ ഒബ്ജക്റ്റീവ് വെച്ച് രൂപപ്പെടുത്തിയ സംഘടനയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്കൂൾ ഏകദേശം 16,000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട്. സ്പെഷ്യൽ ചാലഞ്ചിൽ കുട്ടികൾക്കുള്ള സ്കൂൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വേറെ ആരും നടത്താത്ത വളരെ പ്രത്യേകതയുള്ള ഹിന്ദു സിഖ് ക്രിമിറ്റോറിയം കൂടി നടത്തുന്ന ഒരു സംഘടനയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രവാസി സമൂഹത്തിന്. ഇവിടെ ഞങ്ങളുടെ ക്യാബിനറ്റ് എല്ലാ ആഴ്ചയും ഒരു പ്രാവശ്യം ചെയ്യും, അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്യും. ഏകദേശം 4 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ഒരു വലിയ യോഗമാണ് നടക്കുക ഓരോ ആഴ്ചയും. ആ ക്യാബിനറ്റിൽ ഏകദേശം 100ഓളം അജണ്ടകളുണ്ടാവും. അതിലൊരു 50% അജണ്ട ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സംബന്ധമായ, അല്ലെങ്കിൽ ഒരു 60% നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ സ്ഥാപനങ്ങളുടെ സംബന്ധമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. 40% വരുന്നത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ വേദനകളുടെ കഥകളാണ് അതിലുണ്ടാവുക. അതിൽ ജയിലിലെ ആൾക്കാരുണ്ട്, ഹോസ്പിറ്റലൈസ് ചെയ്ത ആൾക്കാരുണ്ട്, കേസിൽപ്പെട്ടു പോയ ആൾക്കാരുണ്ട്, നിയമസഹായം ആവശ്യ ആൾക്കാരുണ്ട്, ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ റേഷൻ ഷോപ്പ് നടത്തുന്നുണ്ട് വളരെ അനോണിയസ്മായിട്ട്. അവിടെ വന്നിട്ട് ആരാണ് വാങ്ങിപ്പോകുന്നത് എന്ന് ഞങ്ങൾ ഒരിക്കലും നോക്കാറില്ല. പക്ഷെ ഞങ്ങൾ റേഷൻ ഷോപ്പ് താഴെ നടക്കുന്നത് വളരെ സീക്രട്ടായിട്ട് അവിടെ ആവശ്യക്കാർ വന്നാൽ അവരെ വളരെ രഹസ്യമായി നമ്മുടെ വളണ്ടിയേഴ്സ് അവിടെ കൊണ്ടുപോയി ഒരു മാസത്തേക്കുള്ള കിറ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഞങ്ങളുടെ കയ്യൊപ്പ് ഞങ്ങൾ വെക്കുന്നുണ്ട്. ഇന്നത്തെ സുദിനം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസമാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. 1945 1979 തുടങ്ങിയ പ്രസ്ഥാനം സെപ്റ്റംബർ 26, 2021 ഇസ് ഹൈനസ് ഞങ്ങൾക്ക് ഡിഗ്രി തന്നത്. ഡിഗ്രിയിലൂടെ ഇതിനെ വ്യവസ്ഥാധിപരമായി ഒരു സംഘടനയായി ഇവിടുത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഈ സൈനസിൻ്റെ പ്രത്യേക സ്നേഹമുള്ള ഒരു സംഘടനയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. അത് 2021. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 2024 ജൂലൈ 11 എന്ന് പറയുന്നത് ഇന്നാണ് ഞങ്ങളുടെ ഭരണഘടന ഔദ്യോഗികമായി ഷാർജ ഗവൺമെൻറ് അംഗീകരിച്ച് ഒപ്പിട്ട് തന്ന ദിവസം. അപ്പോൾ ഒരു നല്ല ദിവസത്തിലാണ് the first interview we are disclosing this to the first media. അത് നിങ്ങളാണ്. അപ്പോൾ അത് നല്ലൊരു ദിവസം തന്നെയാണ് എന്നുള്ളത് അല്ലേ? തീർച്ചയായും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു അസോസിയേഷൻ്റെ കീഴിൽ ഒരുപാട് അംഗങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങളൂടെ സൂചിപ്പിക്കണം. പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞല്ലോ. ഇപ്പോൾ ഏറ്റവും തൊട്ട് മുമ്പ് ഇവിടെ നടന്ന ഒരു ഓപ്പൺ ഹൗസ് നമുക്ക് അതിനകത്ത് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ മുഴുവൻ ഓഫീസും എല്ലാ ഓഫീസേഴ്സും ഇവിടേക്ക് വന്ന് ഒരു ദിവസം ഇവിടെ
ഇന്ത്യൻ കോൺസുലേറ്റ് പ്രവർത്തിച്ച ഒരു അനുഭവം ഉണ്ടായി. ഈ ഓപ്പൺ ഹൗസ് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും നടത്താൻ പോവുകയാണ്. ഏകദേശം 128 കംപ്ലൈൻറ്റുകൾ വിവിധ പ്രദേശങ്ങളിൽ നോർത്ത് എമിറേറ്റ്സിൽ നിന്നുള്ള 128ഓളം ആളുകൾ നേരത്തെ രജിസ്റ്റർ ചെയ്തവരും ചെയ്യാത്തവരുമായിട്ടുള്ള ആളുകൾ വന്ന് അവർക്ക് അവിടെ തന്നെ വെച്ച് പരാതികൾ പരിഹരിക്കപ്പെടുകയും അല്ലാതെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരവസരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മോർട്ടൽ റിമൈൻസിൻ്റെ ഡീപാട്രിയേഷൻ, ഇവിടെ പലപ്പോഴും ആളുകൾ പെട്ടുപോകുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ആളുകൾ സഹായിക്കാനില്ലാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റ് ഏറ്റവും വിശ്വാസ്യതയുള്ള പ്രസ്ഥാനമായിട്ട് കണക്കാക്കിയത് ഇന്ത്യൻ അസോസിയേഷനെയാണ്. അതുകൊണ്ട് UAE-യിലെ നോർത്ത് എമിറേറ്റ്സിലെയും ദുബായിലെയും ഷാർജയിലെയും അടക്കമുള്ള ഈ റിപ്പാട്രിയേഷൻ ഓഫ് ദ മോർട്ടൽ റിമൈൻസിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ അസോസിയേഷനെയാണ്. അവർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് ഈ സമൂഹത്തിൻ്റെ മുഴുവൻ താല്പര്യത്തോടുകൂടെ അവരുടെ സപ്പോർട്ടോടുകൂടെ മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ക്രമേണയായിട്ട് ഈ അസോസിയേഷൻ ബോർഡുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ചേർത്ത് പറയാനുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് ഈ അംഗങ്ങൾക്കുള്ള പിന്നെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഇതും ഒരു ഭാഗമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അംഗങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ രണ്ടായിട്ട് കാണുന്നത്. നമ്മൾ അംഗങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ അത് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ അതോടൊപ്പം നമ്മളോടൊപ്പം നിൽക്കുകയും 45 വർഷമായിട്ട് ഈ അസോസിയേഷനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ഇതിൻ്റെ ആദ്യത്തെ തറക്കല്ല് മുതലിനോടൊപ്പം നിൽക്കുകയും ചെയ്ത ആളുകളെ നമുക്ക് വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവരെ സംരക്ഷിക്കുന്നതോടൊപ്പം ഇന്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് എങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ഞാൻ ഒട്ടും പുറകോട്ട് വെച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. ഇപ്പോൾ വോളണ്ടറി സർവീസ് അലവൻസ് സ്കീം നടപ്പിലാക്കിയിട്ടുണ്ട്. ആഘോഷാവസരങ്ങളിൽ വിശേഷാവസരങ്ങളിൽ കൊടുക്കുന്ന ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ്റെ അംഗങ്ങൾക്ക് 50% ഫീ ഡിസ്കൗണ്ട് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്നത് തുടങ്ങിയത് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എങ്ങനെ എന്നതിനെ ആലോചിച്ചിട്ടായിരുന്നു. ഒരു സ്കൂൾ തുടങ്ങി നമ്മുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട നമ്മുടെ അംഗങ്ങളുടെ മക്കൾക്ക് 50% ഫീ ഡിസ്കൗണ്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇനിയും എന്തൊക്കെ ഇപ്പോൾ ഇവിടെ ഈ പ്രിമൈസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാസ്പോർട്ട് സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെ സൗകര്യങ്ങൾ കൂടുതൽ ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റും. മെമ്പേഴ്സ് ഇവിടെ വരുന്ന സമയത്ത് ഒരു മെമ്പേഴ്സ് ലോഞ്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരു സ്പെഷ്യൽ സൗകര്യം ചെയ്തു കൊടുക്കാൻ എങ്ങനെ കഴിയും. അസോസിയേഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് എന്തായാലും ഒരു അപ്പർ ഹാൻഡ് നമുക്ക് കൊടുത്തേ പറ്റും. സ്വാഭാവികമായിട്ടും അതിനുള്ള എല്ലാ സാധ്യതകളെയും നമ്മൾ പരിശോധിക്കുന്നു എന്നതാണ് പ്രസിഡന്റ്. അതോടൊപ്പം നാട്ടിൽ ഞങ്ങളുടെ കുറേ മെമ്പർമാർ അവിടെ സെറ്റിലായിട്ടുണ്ട്. അവർ ഇപ്പോൾ 1979 ഇത് തുടങ്ങുന്ന സമയത്തുള്ള പല ആൾക്കാരും ഇപ്പം നാട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എപ്പോഴും അവർ കൂടിയിട്ട് അത് ഏത് കാര്യത്തിലായാലും അവരോടൊപ്പം എപ്പോഴും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നിന്നിട്ടുണ്ട്. ആ ഒരു കൾച്ചർ ഞങ്ങൾ നിലനിർത്തി. ഇതൊരു വലിയൊരു ബോണ്ടാണ്. ഈ 2500 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു ഫാമിലിയാണ്. ഇത് വെരി സ്ട്രോങ് ബോണ്ടാണ്. ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് അത് ഈ മൊത്തത്തിൽ ഇന്ത്യക്കാരെ സംരക്ഷിക്കേണ്ട ഒരു ദൗത്യം ഞങ്ങളിലാണ് എന്ന ബോധമുള്ള ആൾക്കാരാണ് ഇതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ. ഒരു പക്ഷേ ഇവിടെ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ കാര്യം അപ്പുറത്തേക്ക് ആൾക്കാരുണ്ടാവും. പക്ഷേ എന്നാലും ഇവരൊക്കെ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ഈ അടുത്ത സമയത്ത് നമുക്കിവിടെ വെള്ളത്തിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ വന്നു. ആ സമയത്ത് അന്ന് രാത്രി മുതൽ ഇവിടെ ഒന്നിച്ചെന്നുള്ള പ്രവർത്തനമായിരുന്നു. അവിടെ ഒരു കക്ഷി രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. ആരും വ്യത്യസ്തത ഉണ്ടായിരുന്നില്ല. ആ ഒരാഴ്ച ഒന്നിച്ചു നിന്നതിൻ്റെ അപ്രിസിയേഷൻ നമ്മൾക്ക് ഷാർജ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ അസോസിയേഷൻ്റെ കീഴിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഉന്നമനത്തിനായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഇനിയുള്ള തുടർന്നുള്ള ഈ ഒരു ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ ഇടപെടലുകളാണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പറയാമോ? അതിൽ ഇപ്പോൾ ഒന്ന് ഷാർജ ഇന്ത്യൻ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് മിഡിൽ ഈസ്റ്റിലെ. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇത്രയധികം സീറ്റ് കിട്ടാൻ ഇത്രയധികം ബുദ്ധിമുട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയൊരു സ്കൂൾ തുടങ്ങാനുള്ള അപ്ലിക്കേഷൻ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ഒരു ഗേൾസ് വിങ് ഉണ്ട്, പിന്നെ ബോയ്സ് വിങ് ഉണ്ട്. അപ്പോൾ നമ്മളോട് സ്പിയ പറഞ്ഞത് ഞങ്ങൾ ഒരു ബജറ്റഡ് സ്കൂളാണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരുടെ ഒരു പ്രാതിനിധ്യം എങ്ങനെ ഉറപ്പാക്കണം എന്ന തരത്തിലാണ് ഞങ്ങൾ ആ സ്കൂളൊക്കെ നടത്തുന്നുള്ളത്. അത് ഒരു ഇൻഡസ്ട്രി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മണി മേക്കിംഗ് ബിസിനസ്സായിട്ടോ നടത്തുന്ന സ്ഥാപനമല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിലേക്ക് ക്വാളിറ്റി ഉറപ്പുവരുത്തണം. അത് കുറച്ച് ചെറുള്ള കാര്യമാണ്, പക്ഷേ ഞങ്ങൾ ഉറപ്പുവരുത്തും. ഞങ്ങൾ ടെക്നോളജീസ് ക്ലാസ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ KG 1 to ഗ്രേഡ് 1-2 ഓൾറെഡി ഞങ്ങൾ ഡിസിഷൻ എടുത്തു. നോ മോർ എക്സാംസ്.
അവിടെ ഹോളിസ്റ്റിക് ലേണിംഗ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഹോളിസ്റ്റിക് ലേണിംഗ് ഡെവലപ്മെൻറ്റിന് അനുസരിച്ചിട്ടുള്ള ഒരു പുതിയ മെത്തഡോളജി, പുതിയ പെഡഗോജിയൊക്കെ വെച്ച് കുട്ടികളെ സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിവാക്കി അവർക്ക് എൻജോയ് ചെയ്തൊരു ക്ലാസ് റൂം. കുട്ടി പറയണം രാവിലെ എണീറ്റുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകണം. സാധാരണ കുട്ടികളെ കാര്യമില്ല എനിക്ക് പോകേണ്ടത്, അതല്ല, കുട്ടികൾ ഓടി വരണം നമ്മുടെ സ്കൂളിലേക്ക്. അപ്പോൾ KG 1, 2, ഗ്രേഡ് 1, ഗ്രേഡ് 2 അത് 3rd, 4th പോസിബിലിറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ക്വാളിറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ അത് പ്രാവർത്തികമാക്കാൻ പറ്റും, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തിയിട്ടുണ്ട്. ടീച്ചിങ് അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ടീച്ചിങ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ടീച്ചിങ് നമ്മുടെ വലിയ മാതൃകാ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനെ നഴ്സുമാരെ പോലെ ടീച്ചേഴ്സിനെ പ്രൊവൈഡ് കൂടി ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ നമ്മൾ ആ ടീച്ചിങ് ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് ലോകം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുക, വളരെ പെട്ടെന്ന്. ആ മാറുന്ന സമയത്ത് നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മാറുന്നുണ്ട്, ടീച്ചിങ് മെത്തേഡോളജി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിനനുസൃതമായി ട്രെയിനിങ് നടത്തേണ്ടതുണ്ട്. ഇവിടെ എല്ലാ ഫ്രൈഡേയും നമ്മൾ ട്രെയിനിങ് സെഷൻ CPD എന്ന ട്രെയിനിങ് സെഷൻ വെക്കുന്നുണ്ട്. നിരന്തരം ടീച്ചേഴ്സിനെ ഉന്നമനം വെച്ചുകൊണ്ടുള്ള അവരെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് സെഷൻ നമ്മൾ വെക്കുന്നുണ്ട്. നമ്മൾ പിന്നെ പുതിയൊരു ആലോചന എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ലേണിംഗ് ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് റീഡിങ് അല്ലെങ്കിൽ ബുക്കിലൂടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മാറി ലോകം വിഷ്വൽ ലേണിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ സ്കൂളിലും ഇപ്പോൾ മുമ്പ് നമ്മുടെ ഇവിടെയൊക്കെ IT ലാബ്, സയൻസ് ലാബ്, കെമിസ്ട്രി ലാബ് എന്ന് പറയുന്ന ലാബിന് കൂടുതലായി ഇപ്പോൾ ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ തിയേറ്റർ ലാബ് വന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ വിഷ്വലൈസ് കുട്ടിയെ ഒരു 50 ക്ലാസ് റൂമിൽ ഒരു പ്രോപ്പർ തിയേറ്റർ സ്കൂളിലേക്ക് വന്നിരിക്കുക. പ്രോപ്പർ തിയേറ്റർ, ഒരു 50 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിലുള്ള തിയേറ്റർ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇതിന് ഞങ്ങൾക്ക് പുതിയൊരു കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടതുണ്ട്. ആ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഗേൾസ് വിങ്ങിൽ പുതിയ കൺസ്ട്രക്ഷൻ പ്ലാനിങ് നടക്കുന്നുണ്ട്, ബോയ്സ് വിങ്ങിൽ പുതിയ കൺസ്ട്രക്ഷൻ പ്ലാനിങ് നടക്കുന്നുണ്ട്. അൽ-ഇബ്തിസാം സ്കൂൾ പുതിയ മേഖലകളിലേക്ക്, പുതിയ തരത്തിലേക്ക് ഈ കുട്ടികളെ, നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികളെ എങ്ങനെ അവരെ അവരൊക്കെ കൂടുതൽ സഹായപ്പെടുന്ന തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നടത്തേണ്ടതുണ്ട്. നഴ്സറി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, എങ്ങനെയാണ് പുതിയ ലോകത്തിലേക്ക് കുട്ടികളെ, നഴ്സറി സ്കൂളിലെ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ വളരെ 360 ഡിഗ്രി ഡിസ്കഷനാണ് നടക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് ഇത് 45 വർഷം കഴിഞ്ഞ ശേഷം വന്ന ഒരു കറക്റ്റീവ് കമ്മിറ്റിയാണിത്. കുറേ ഏരിയ ഞങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട്, കുറേ ഏരിയ ഒന്നിച്ച് ഒരു നെക്സ്റ്റ് 25 ഇയേഴ്സിലേക്ക് എന്തായിരിക്കണം അസോസിയേഷൻ എന്ന് വിഭാവനം ചെയ്യേണ്ട, എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട, തുടക്കം കുറിക്കേണ്ട ഒരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചോദിച്ചതിൻ്റെ കൂട്ടത്തിലൊന്ന് പറയാം. അപ്പോൾ ഈ CPD എന്ന് പ്രസിഡന്റ് വിശേഷിപ്പിച്ചു. CPD എന്നത് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് ആണ്. ടീച്ചേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്, ടീച്ചേഴ്സ് എംപവർമെൻറ്റിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള സാധ്യതകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമല്ല, അക്കാഡമിഷ്യൻസ് ആയിട്ടുള്ള പുറത്തുള്ള ആളുകളുടെ അഭിപ്രായങ്ങളെ കൂടെ സ്വരൂപിച്ചുകൊണ്ട് വിവിധ മേഖലകൾ, SPIA എന്ന് പറഞ്ഞ ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി സ്കൂളിന് നമുക്ക് ചില റേറ്റിംഗ് തരും. അപ്പോൾ ആ റേറ്റിംഗുമായി ബന്ധപ്പെട്ട് ഏത് മേഖലയിലാണ് നമ്മൾ പുറകോട്ട് നിൽക്കുന്നത് എന്ന് കണ്ടെത്തി ആ മേഖലയിലുള്ള ടീച്ചേഴ്സിന് ഏത് തരത്തിലുള്ള ഡെവലപ്മെൻറ്റാണ് കൊടുക്കേണ്ടത് എന്നത് കണ്ടെത്തി അതിന് പ്രത്യേകമായിട്ടുള്ള പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനുള്ള ടീച്ചേഴ്സ് എംപവർമെൻറ്റും പ്ലസ് ഈ ഡെവലപ്മെൻറ്റുകളുടെ സാധ്യതകളെ കണ്ടെത്തിക്കൊണ്ടുള്ള സെഷൻസാണ് നടത്തുന്നത്. അപ്പോൾ പല വിധത്തിലുള്ള അറബിക് ഡിപ്പാർട്ട്മെൻറ്റ്, ഇസ്ലാമിക് ഹിസ്റ്ററി, ഇംഗ്ലീഷ്, ഏത് മേഖലയിലാണോ നമ്മൾ പുറകോട്ട് നിൽക്കുന്നത്, മാത്തമാറ്റിക്സ് ആണോ ഫിസിക്സ് ആണോ, അതിന് വേണ്ട മേഖലകളിലെത്തി ആ ടീച്ചേഴ്സിനെ, കാരണം നമുക്ക് ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരു സ്കൂളിൻ്റെ വിദ്യാഭ്യാസ നിലവാരത്തെ തകർക്കുന്നതിനും ഉയർത്തുന്നതിനും ടീച്ചേഴ്സിന് ഉണ്ട്. ഒറ്റയടിക്ക് ഞങ്ങൾക്ക് വന്നിട്ട് ഇവിടുത്തെ എല്ലാ അധ്യാപകരും മോശമാണെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടത് കൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനം നേരെയാവാൻ പോകുന്നില്ല. അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുതിയ കാലത്തേക്ക് കുട്ടികളെ പുതിയ കാലത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നുള്ള സാധ്യതകൾ നമുക്കെന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന വിധത്തിൽ അതിൻ്റെ പേഴ്സ്പെക്റ്റീവ് മാറ്റുകയാണ് വേണ്ടത്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് CPD അല്ലെങ്കിൽ ഇൻ സർവീസ് കോഴ്സ്, ടീച്ചേഴ്സ് ട്രെയിനിങ്. അതുപോലെ അദ്ദേഹം പറഞ്ഞത് മറ്റൊരുണ്ട്. ഇപ്പോൾ ഈ ക്ലാസ്സുകളിലെ BYOD, അതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കലി കുട്ടികളെ എങ്ങനെയാണ് പുതിയ കോലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നത്. അപ്പോൾ BYOD എന്ന സങ്കല്പം, ബ്രിങ് യുവർ ഓൺ ഡിവൈസ് എന്നത് 8000 ഡിവൈസസ് കണക്ട് ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ സ്കൂളിനെ 2 സ്കൂളുകളെയും ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി ഞങ്ങൾ ഫിറ്റാക്കി കഴിഞ്ഞു. ഓരോ കുട്ടികളുടെ കയ്യിലും അവർ പറയുന്ന ഡിവൈസ് വെച്ചുകൊണ്ട് ടീച്ചർ ക്ലാസ്സിലെടുക്കുന്നത് ആ ഡിവൈസിൽ കണ്ട് പഠിക്കാനുള്ള പുതിയ തരത്തിലേക്കുള്ള പഠന രീതികളിലേക്ക് പോകുന്നതിനുള്ള സാധ്യതകളൊക്കെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞു. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കി കഴിഞ്ഞു. BYOD സങ്കല്പം, അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് പാനൽസ് ഇവരാവശ്യപ്പെടുന്ന മറ്റൊന്നാണ്. ക്ലാസ് റൂമുകളെ ഇൻട്രാക്റ്റീവ് പാനലുകളിലൂടെയാണ് ഈ പഠിപ്പിക്കേണ്ടത്. ബ്ലാക്ക് ബോർഡുകളെ
ലോകം തള്ളിക്കളഞ്ഞു. അപ്പോൾ ഒരു ഇൻറ്ററാക്റ്റീവ് പാനലിൽ വരുന്ന ചിലവ് വളരെയേറെയാണ്. പക്ഷേ പണം എന്തിനാണ് ചിലവാക്കേണ്ടത് എന്നതിൻ്റെ പ്രയോറിറ്റി നിശ്ചയിക്കണമെന്നാണ് പ്രസിഡന്റ് എപ്പോഴും പറയുന്നത്. അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് കണ്ടെത്തുക എന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇമ്പോർട്ടൻസും ഞങ്ങളുടെ അർജൻസി ഏതാണ് എന്നുള്ളത് കണ്ടെത്തിയത് വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളിനെ കൂടുതൽ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള സാധ്യതകൾക്ക് വേണ്ടിയാണ് എന്ന് കണക്കാക്കി ഈ പറഞ്ഞ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനും ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ പാനലുകൾ നടപ്പിലാക്കുന്നതിനൊക്കെ ആയിട്ട് മില്യൺസാണ് ഞങ്ങൾ ചിലവായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു കമ്മിറ്റിയും ഇതുവരെ ഇത്തരത്തിലുള്ള ആർജവമുള്ള തീരുമാനമെടുത്തിട്ടില്ല. കാരണം ആഘോഷങ്ങളിലേക്ക് പോവുക, കൊട്ടിഘോഷങ്ങളിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക, 10 ആളെ അറിയിക്കുക എന്നതിനപ്പുറത്ത് മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നടപ്പിലാക്കുന്നതിനുള്ള ഇടപാടുകൾക്ക് ഒരു കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടില്ല. അത് ഈ കമ്മിറ്റിയാണ് ഇപ്പോൾ ആദ്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ. അതുപോലെ തന്നെ ഈ അടുത്ത് പിന്നെ സ്കൂൾ ഫീസുകൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് എന്തോ മാറ്റിയതായിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഉണ്ട്. കറക്റ്റാണോ? അതെ. അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഷാർജയിൽ താമസിക്കുന്ന ആളുകൾ മിക്കവാറും ജോലി ചെയ്യുന്നത് ദുബായിലാണ്. അദ്ദേഹം ദുബായിലായിരിക്കും, ഞാൻ ഒന്നും കൂടെ 19 കിലോമീറ്റർ അപ്പുറത്താണ്. ഈ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്ന സമയത്ത് അവരുടെ ഫീസ് വരാൻ വേണ്ടി അസോസിയേഷനിലോ സ്കൂളിലോ വരണം എന്ന പഴയകാല രീതിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇത്തവണ ഈ KG അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതോടുകൂടെ ഓൺലൈൻ പേയ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മേഖലയിലും ഇരുന്ന് ചെയ്യുക, ആളുകൾക്ക് എങ്ങനെയാണ് പരമാവധി പുതിയ കാലത്തിനനുസരിച്ചിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെ രക്ഷിതാക്കളല്ലേ വളരെ പോസിറ്റീവായിട്ട് എടുത്ത ഒരു. അതെ, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സപ്പോർട്ടായിരിക്കുമല്ലോ. തീർച്ചയായും. അപ്പോൾ ഈ അടുത്ത് തന്നെ അതുപോലെ തന്നെ നമ്മുടെ പുസ്തക വിതരണവുമായിട്ട്, സ്കൂളുകളിലെ പുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ വിവാദങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അതെന്താണ് സത്യാവസ്ഥ എന്ന് പറയാൻ പറ്റും? ഈ അതൊരു മിനിറ്റ് ഞാൻ പറയാം. ഞങ്ങൾ സ്ഥിരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയാണ്. പുസ്തകം എന്തിനാണ് നിങ്ങൾ പുസ്തകം നിർബന്ധമാക്കിയത്? എന്തിനാ പുസ്തകം വാങ്ങാതെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ എന്ന് പ്രാഥമികമായിട്ടിരിക്കും. മാഡത്തിന്റെ കുട്ടികൾ സ്കൂളിൽ പഠിക്കണ്ടാവും, കുട്ടികൾ പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ ഞാൻ എൻ്റെ ഏട്ടൻ്റെ പുസ്തകം വാങ്ങി പഠിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേരും അദ്ദേഹം പറയും പരസ്പരം ഷെയർ ചെയ്ത് പഠിച്ചതാണ് എന്ന് പറയും. പക്ഷേ ഞങ്ങൾ നേരിട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റൽ എവിഡൻസ് വേണം ഇവിടെ ഏത് കാര്യത്തിനും. ഈ ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്ത് സ്പീഡ് ആവട്ടെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ കുട്ടികൾ പുസ്തകം വാങ്ങിയതിന് എന്താണ് ഡോക്യുമെൻ്റൽ എവിഡൻസ് എന്ന് ചോദിച്ചാൽ പഴയ പുസ്തകം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് കണക്കിൽപ്പെടില്ല. അപ്പം കുട്ടികൾ പുസ്തകം വാങ്ങിയിട്ടുണ്ടാവും, വാങ്ങാതിട്ടുണ്ടാവും. കഴിഞ്ഞ തവണത്തെ ഒരു ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, നിങ്ങളുടെ സ്കൂളിൽ 16,000 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 4,000 കുട്ടികളെ പുസ്തകം വാങ്ങിയിട്ടുള്ളൂ എന്നാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ എവിഡൻസ് ഇല്ല, പുസ്തകം വാങ്ങിയിട്ടില്ല, സ്കൂളിൽ നിന്ന് പുസ്തകം കൊടുത്തിട്ടില്ല. അതിനെ എങ്ങനെ ഓർക്കം ചെയ്യാൻ അവരുടെ നെഗറ്റീവ് പോയിന്റാണ്. അപ്പോൾ നമ്മുടെ റേറ്റിങ്ങിൽ വ്യത്യാസം വരും. അതിനെ എങ്ങനെ ഓർക്കം ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചപ്പോഴാണ് നമ്മൾ 2 കാര്യങ്ങൾ കണ്ടെത്തിയത്. ഒന്ന്, സ്പിയ പറയുന്നത് പോലെ തന്നെ കുട്ടികളുടെ ട്യൂഷൻ ഫീസിനകത്തേക്ക് ബുക്കിനെ എത്തിക്കണം. ട്യൂഷൻ ഫീസിൻ്റെ കൂടെ ബുക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 60%, 40% മുതൽ 60% വരെ KG മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പുസ്തകത്തിൻ്റെ വില വെട്ടിക്കുറച്ചു. 600 ദിറംസിൽ നിന്ന് 400 ദിറംസാക്കി കുറച്ചു. ഇത് ആളുകൾക്ക് പലപ്പോഴും അറിയില്ല. ഈ 400 ദിറംസാക്കി കുറച്ചതിന് ശേഷം നമ്മുടെ സ്കൂളുകൾക്ക് പരമാവധി വാങ്ങാൻ പറ്റുന്ന സ്കൂളിന് ഫീസിനൊരു കണക്കുണ്ട്. 3,600 ഒരു വർഷത്തിൽ, 5,600 ഒരു വർഷത്തിൽ എന്ന് പറയും. ഈ 5,600ൻ്റെയോ 3,600ൻ്റെയോ ഇടയിലേക്ക് നമ്മുടെ പുസ്തകം കൂടെ അവർക്ക് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്, അല്ലാതെ പുസ്തകം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയല്ല. അപ്പോൾ ഈ കുട്ടികൾ 2 ഗുണം. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഡോക്യുമെൻ്റൽ എവിഡൻസ്, കുട്ടികൾ പുസ്തകം വാങ്ങിയെന്ന് വെച്ചാൽ ഉണ്ട്. 2 എന്താണ്, നേരത്തെ കൊടുത്ത പുസ്തകത്തിൻ്റെ വില 60%, 40% കുറച്ചു. 3 എന്താണ്, ഈ കുട്ടികൾക്ക് മുഴുവൻ പുസ്തകം കൃത്യസമയത്ത് കിട്ടി. ആദ്യമായി ഈ കമ്മിറ്റി വന്നതിന് ശേഷം, മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവാം, ഉണ്ടാതിട്ടുണ്ടാവും, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ അനുഭവത്തിനകത്ത് ഈ കമ്മിറ്റി വന്നതിന് ശേഷമാണ് ഏപ്രിൽ 1-ാം തീയതി സ്കൂൾ തുറക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പുസ്തകവും യൂണിഫോമും വിതരണം ചെയ്തത്. പുസ്തകങ്ങൾ എല്ലാ കുട്ടികൾക്കും കിട്ടി. അറബിക് പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ അബുദാബിയിൽ നിന്ന് കിട്ടേണ്ടതാണ്. അത് 12 ലക്ഷം ദിറംസ് ചിലവാക്കി എല്ലാ കുട്ടികൾക്കും അറബിക് ബുക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ ഇവിടെ നടപ്പിലാക്കാത്തൊരു കാര്യമാണ്. പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ എന്ന് പറയുമ്പോൾ ഇത് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. എന്നാലൊരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ് ഷാർജ അസോസിയേഷൻ. എപ്പോഴും നമ്മുടെ മുമ്പിൽ അത് മനുഷ്യനാണ് മുമ്പിൽ. അവരുടെ വേദന ഞങ്ങൾ റിയലി വി ആർ ഗോയിങ് ടു കൺസിഡർ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ചെറിയ ഉദാഹരണം പറയാം. ഒരു 3 പാരൻസ് ഇവിടെ ഒരു ലെറ്റർ കൊണ്ട് തന്നു ഞങ്ങൾക്ക് 70 ദിറംസാണ് നമ്മുടെ യൂണിഫോമിൻ്റെ വില. യൂണിഫോമും ഈ പുസ്തകവും വാങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. 70 ദിറംസിൻ്റെ യൂണിഫോം ഞങ്ങൾ വാങ്ങിക്കോളാം, ഇതിനെന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഞങ്ങളുടെ മാനേജിങ്ങിൽപ്പെട്ട 3 ആൾക്കാർ അവർ ആ കാശ്
സ്വന്തം നിക്ഷേപിച്ച് പ്രസിഡന്റ് ഫണ്ടിലേക്ക് നിക്ഷേപിച്ച് അവരെ ബുക്ക് കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞു, അവർക്ക് ബുക്ക് കൊടുക്കാൻ. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെയുള്ള നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഇവിടെയുള്ള ഈ കമ്മിറ്റി, ഈ ബോർഡ് റൂം എന്ന് പറയുന്നത് ഇവിടെ ഇത് ഒരു ഫ്രീ സർവീസാണ്. സ്കൂളിന് എന്ത് ഞങ്ങൾ നിയമം കൊണ്ടുവരുന്നെങ്കിലും അതൊക്കെ വി ആർ റീ ഇൻവെസ്റ്റിംഗ് ടു ദ സ്കൂൾ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ BOID പാനൽ, പുതിയ ടെക്നോളജി, ഇൻട്രാക്റ്റീവ് പാനൽസ്, ഇതൊക്കെ കൊണ്ടുവരുന്ന നമ്മുടെ കുട്ടികളും സജ്ജരാക്കാണ്. ഷാർജ ഇന്ത്യൻ സ്കൂൾ ഒരു ബഡ്ജറ്റ് സ്കൂളാണ്, പക്ഷെ ക്വാളിറ്റിയിൽ സീറോ കോംപ്രമൈസ്. അതിന് എന്ത് വില കൊടുത്തിട്ടും അതിന് കോംപ്രമൈസ് ചെയ്യാം. അപ്പം അതിൻ്റേതായ സ്പെൻഡിങ് കാര്യം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പാരൻസ് നമ്മൾ സഹകരിച്ചേ പറ്റൂ. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിലെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും 24 hours നമ്മൾ വെൽക്കമാണ്. നമ്മൾക്ക് അറിയണം, കാര്യങ്ങൾ അറിയണം. നമ്മളതിന് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ കമ്മിറ്റി നമ്മൾ പുതിയ QR കോഡ് എല്ലാ സ്കൂളിലും വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പാരൻസിനെ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി സെപ്റ്റംബർ മുതൽ അവരെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ട്. വി നോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ വി ആർ ഗോയിങ് ടു ഫേസ് ഇറ്റ്. നമ്മൾ ഈ ഡസ്റ്റ് അണ്ടർ ദ കാർപ്പറ്റ് എന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പുട്ട് ഡസ്റ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ കാർപ്പറ്റ്, ക്ലീൻ ഇറ്റ്. ഇതാണ്. അപ്പോൾ ആ ഒരു ചാലഞ്ച് എടുത്ത ഒരു കമ്മിറ്റിയാണിത്. പ്രസിഡൻഷ്യൽ ഫണ്ട് എന്ന് പറഞ്ഞില്ല, അതും കൂടെ ഒന്ന് പറയേണ്ടതാണ്. പ്രസിഡൻഷ്യൽ ഫണ്ട് പ്രസിഡൻഷ്യൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പഠിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാൻ കഴിയാത്ത നിരവധി ആൾക്കാർ ഇവിടെ വരാറുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ജോലി നഷ്ടപ്പെട്ടവർ, സ്കൂളിൽ ഇപ്പോഴും കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നവർ, ഫീസ് അടയ്ക്കാൻ പറ്റാത്തവർ എന്നിട്ടുണ്ട്. അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കണ്ടെത്തിയത് എന്താ വെച്ചാൽ പ്രസിഡൻഷ്യൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വേറെ ഒരു രീതി നമ്മൾ കണ്ടെത്തുന്നു. അതിനകത്ത് കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നവരുണ്ട്, പണം സഹായിക്കുന്നവരുണ്ട്. അവർ ഈ കുട്ടികളുടെ ഫീസാവട്ടെ, ഒരു മാസത്തെ ഫീസാവട്ടെ, ബുക്ക് കിറ്റ് ആവട്ടെ, അങ്ങനെ തരുന്നവരുണ്ട്. അതൊരു പുതിയ രീതി കണ്ടെത്തി. അത് കുട്ടികൾ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്, അതിനകത്ത് ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളത് സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളുണ്ട്. ചില രക്ഷിതാക്കൾ ഇവിടെ വന്നിട്ട് പുസ്തകം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇതെന്തിനാണ് എനിക്ക് പുസ്തകം എന്ന് ചോദിച്ചാൽ, ഓക്കെ ഞാൻ ഈ പുസ്തകം വാങ്ങും, അതോടൊപ്പം ഈ വാങ്ങിയ ഫണ്ട് എൻ്റെ കുട്ടിക്ക് പുസ്തകം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഈ ഫണ്ട് മറ്റൊരു കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ അത് ഇപ്പോൾ പുറത്തുള്ള ഇപ്പോൾ നമ്മളിത് കേൾക്കുന്ന അല്ല കാണുന്ന നമ്മുടെ സഹോദരന്മാർക്ക് ആ തരത്തിൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ജനറൽ സെക്രട്ടറി സമർപ്പിക്കാം എനി ടൈം. ഓക്കെ. അപ്പോൾ യൂണിഫോം മറ്റേ നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം കുറേ ചർച്ചകൾ ഇങ്ങനെ പുറത്ത് നടക്കുന്നുണ്ട്. അതും എന്താണ് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതും സത്യത്തിൽ അത് ഈ പറയുന്നത് വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് ഉള്ള ഇഷ്യൂസ് ആരെങ്കിലും പറഞ്ഞു തീർക്കുമോ? ഇല്ല. ഇതൊരു വളരെ വേഗമായിട്ട് ചില ആളുകൾ പറഞ്ഞതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം നമ്മൾ വളരെ കൃത്യമായി ഇത്തവണ 30 ദിവസമാണ്. ഡിസംബർ മാസത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനുവരി മാസത്തിലാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ വർക്ക് ആരംഭിക്കുന്നത്. ഒരു യൂണിഫോം തുടക്കണമെങ്കിൽ അതിന് കിട്ടേണ്ട കാലാവധി 60 ദിവസമാണ്, ഞങ്ങൾക്കറിയാം. പക്ഷേ 30 ദിവസം കൊണ്ട് ഈ സാധനം ഞങ്ങൾ എത്തിച്ചു. ഏപ്രിൽ മാസം 1 മുതൽ 15 വരെ നടക്കുന്ന സമയത്ത് പുസ്തകത്തോടൊപ്പം തന്നെ യൂണിഫോം വിതരണവും നടത്തി. 1-ാം ദിവസം വരുന്ന കുട്ടിക്ക് പുസ്തകത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈസ് ഡിഫറൻറ്റ് ഉണ്ടെങ്കിൽ അത് അവിടെ എഴുതി കൊടുക്കുകയും 15-ാമത്തെ ദിവസം അതല്ലെങ്കിൽ തൊട്ടടുത്ത ആഴ്ച കൊടുക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. 21-22 നമുക്കിവിടെ പ്രളയമായിരുന്നു. ആ പ്രളയകാലത്ത് സ്കൂൾ അവധിയായിരുന്നു. അപ്പോൾ 13-ാം തീയതി 1 മുതൽ 15 വരെ നടന്ന കുട്ടികളിൽ നിന്ന് ഏതെങ്കിലും സൈസ് കിട്ടാത്ത ആളുകൾക്കുള്ള യൂണിഫോമുകളൊക്കെ തന്നെ 31-ാം തീയതിയോടുകൂടെ സ്കൂളുകളിൽ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കിട്ടാത്തവർ ഏതെങ്കിലും കേസിൻ്റെ ഭാഗമായിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ അതേതെങ്കിലും തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എനി ടൈം ഇവിടെ വരികയും കൊടുക്കുകയും ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയ ഇൻഫർമേഷൻസൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ വെൻഡറും അതുപോലെ തന്നെ സ്കൂളിൻ്റെതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂണിഫോമിൻ്റെ സബ് കമ്മിറ്റിയും പർച്ചേസ് കമ്മിറ്റിയും കൃത്യമായി ചെയ്തിട്ടുണ്ട്. അത് വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഒരു ചോദ്യത്തിന് വേണ്ടി ചോദ്യമായതാണെങ്കിലും പക്ഷേ അതൊരു വസ്തുതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആളുകൾ അറിയില്ല. നമ്മൾക്ക് അറിയണം. ഇപ്പം നമ്മൾ പുറത്ത് ഇതുപോലെയുള്ള ചർച്ചകൾ നടക്കുന്നത് ഇപ്പം ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്കത് വ്യക്തമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ആ ഒരു മെസ്സേജ് എന്താണ് പുറത്ത് ഇപ്പം ഒരാൾ പറയുന്നത് കേട്ടിട്ടാണ് വേറൊരാൾ പറയുക. അപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. കൗണ്ട് ചെയ്ത് എത്ര കുട്ടികളുണ്ട് എന്നതിൻ്റെ കൗണ്ട് എടുത്ത് ആ കുട്ടികൾക്ക് വേണ്ട LPO പോയി അത് കൃത്യമായിട്ട് ഏപ്രിൽ 15-ന് മുമ്പായിട്ട് അവിടെ ഡെലിവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ സൈസ് ഡിഫറൻസ് വന്നവർക്ക് അത് മാറ്റിയിട്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം എല്ലാവരുടെയും സൈസ് കൃത്യമായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അവരുടെ അടുത്ത് തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ളവർക്ക് കൊടുത്തിട്ടുമുണ്ട്. അതല്ലാതെ വേറൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല.
ഇപ്പോൾ ഈ നമ്മുടെ അസോസിയേഷൻ്റെ കീഴിലുള്ള സ്കൂളുകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളും അതിൻ്റെ സുതാര്യതകളെക്കുറിച്ചും ഒന്ന് പറയാൻ പറ്റും. ഇപ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് എങ്ങനെയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ളത്? സത്യത്തിൽ ഞങ്ങളുടെ ഇത് വന്നതിന് ശേഷം ഞങ്ങളൊരു ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു. ടീച്ചേഴ്സിൻ്റെ വേക്കൻസിൻ്റെ പറഞ്ഞു 6870 അപ്ലിക്കേഷൻസ് കിട്ടി ടീച്ചേഴ്സിന് വേണ്ടി. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വേക്കൻസിയിലേക്ക് വേണ്ടി കൊടുത്തു ഏകദേശം 700ഓളം അപേക്ഷ വന്നു. ഈ 6870 ഇവിടെ പൊതുവേ പറയപ്പെടുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ അസോസിയേഷൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ പല ആളുകളുടെയും പൊതുബോധ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഇരുന്ന് ഇവിടെ കയറി വരുന്ന ആൾക്കാർ അവരുടെ ആളുകളെ കുത്തിത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമായിട്ട് ഇതിന് ഉപയോഗപ്പെടുത്തുകയാണ്. ക്വാളിറ്റിയോ അല്ലെങ്കിൽ അവരുടെ കഴിവോ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഒന്നും നോക്കാതെയാണ് ഈ നിയമങ്ങൾ നടത്തുന്നത്. നമ്മളിതിനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാക്കി 3 സ്റ്റെപ്പ് ഇൻ്റർവ്യൂ. ഫസ്റ്റ് സ്റ്റെപ്പ് അക്കാഡമിക് തലത്തിൽ നടന്നു. ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് അവിടുത്തെ വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. വാക്കിൻ ഇൻ്റർവ്യൂ പ്ലസ് PR റെഗുലേഷൻസ് പ്രകാരമുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് PR റെഗുലേഷൻസ് നോക്കിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ഒരു റിട്ടൺ ടെസ്റ്റ്. ആ റിട്ടൺ ടെസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് വന്ന ആൾക്കാരെ ഒരു ഡെമോ ക്ലാസ്. ഈ റിട്ടൺ ടെസ്റ്റിൻ്റെയും ഡെമോ ക്ലാസ്സിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടതിന് ശേഷം കിട്ടുന്ന റാങ്ക് ലിസ്റ്റിനകത്ത് നിന്ന് നമുക്ക് 10 വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ 25 പേരെ വിളിക്കും. 2 വേക്കൻസി ഉണ്ടെങ്കിൽ 12 പേരെ വിളിക്കും. അതാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ. ആ പേഴ്സണൽ ഇൻ്റർവ്യൂ 5 പേരാണ്, അല്ല 6 പേര്. 3 പേര് അസോസിയേഷൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ, 2 ഇന്ത്യൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾമാർ, 3 ഒരു എക്സ്റ്റേണൽ എക്സ്പെർട്ട്, SPRയുടെ ആൾ. ഈ 6 പേരും ചേർന്ന് ഇൻ്റർവ്യൂ നടത്തും. ഈ ഇൻ്റർവ്യൂവിനകത്ത് കൃത്യമായിട്ടുള്ളൊരു പ്ലാനുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ള 5 മാർക്ക്, 10 മാർക്ക്, 10 മാർക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് ഒരാളെ ഒന്ന് കുട്ടിക്കയറണം എന്നൊരു തോന്നൽ ഉണ്ടായി എന്ന് വിചാരിക്കാം. 50 മാർക്കിനകത്ത് ഞാനൊരാൾക്ക് 49 മാർക്ക് വെക്കലും ഇവരെല്ലാവരും കൂടിയിട്ട് 30 മാർക്കുമാണ് ഇട്ടതെങ്കിൽ എൻ്റെ മാർക്ക് നള്ളിഫൈഡ് ആയി പോകും. അതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 5 പേരുടെ മാർക്കിൻ്റെയും ആവറേജാണ് ഏറ്റവും കൂടുതലോ ഏറ്റവും കുറച്ചോ ഇട്ട ആളുകളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരിക. ഇത്ര സുതാര്യമായി ഒരു തരത്തിലും ഒരു കാലത്തും എവിടെയും ഇൻ്റർവ്യൂ നടന്നിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചും ഇപ്പോൾ നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തരത്തിലുള്ള വെസ്റ്റേൺ ഇൻട്രസ്റ്റ്, അവിഹിതമായിട്ടുള്ള ഇടപെടലുകൾ വിദ്യാഭ്യാസ മേഖലയിൽ നടത്താൻ ഈ കമ്മിറ്റി തയ്യാറല്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തെ തൊട്ടാൽ മതി. ഞങ്ങളത് ചെയ്യില്ല. ഞങ്ങളതിനെ ഓർത്തെടുത്ത ആൾക്കാരാണ്. കാരണം വെച്ചാൽ നമ്മൾ നശിപ്പിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ മാത്രമല്ല, നമ്മുടെ ഭാവി ഇന്ത്യ നശിപ്പിക്കുക. അത് ഒരിക്കലും നമ്മൾ ചെയ്യില്ല. അത് പിന്നെ മുമ്പ് ആൾക്കാർ ചെയ്തോ ഇല്ലയോ എന്നില്ല അടുത്ത ചോദ്യം. ഈ കമ്മിറ്റി ഏതായാലും വളരെ സ്ട്രിക്റ്റായ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ വളരെ സ്റ്റേണായ ഡിസിഷൻ എടുത്തിട്ടുള്ളത്. നല്ല ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ട്രെയിൻഡ്, എല്ലാവരും നല്ല നല്ല ടീച്ചേഴ്സ് തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ പാനൽ വന്നു കഴിയുമ്പോൾ അവർ ട്രെയിൻഡ് അല്ല, ചില ട്രെയിൻഡ് ടീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കാണ് കൂടുതൽ മുൻഗണന കിട്ടുക. അതുകൊണ്ട് വളരെ സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്തൊക്കെയാണ് ഇനി നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഭാവി പരിപാടികൾ? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 45 ഇയേഴ്സ് കഴിഞ്ഞ ഈ കമ്മിറ്റി 50ാം വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് അക്കാഡമിയാണ് നമ്മുടെ ഒരു സ്പെഷ്യലൈസ്ഡ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അക്കാഡമിക് മേഖലകളിൽ നമ്മൾ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പോവാണ്. പുതിയ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് കൊണ്ടുവരാൻ പോവാണ്. സ്പോർട്സ് ഗ്രൗണ്ട്, ബോയ്സ് വിങ്ങിൽ പുതിയ സ്പോർട്സ് ഗ്രൗണ്ട് വരാൻ പോവാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനം, ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം മാതിരി ഒരു ഇൻ്റർനാഷണൽ ലെവലുള്ള ഒരു ഫുൾ ഫ്ലഡ് ലൈറ്റ് ഒരു സ്റ്റേഡിയം അവിടെ വരേണ്ടതുണ്ട്. അതിൻ്റെ സ്ഥലങ്ങളുണ്ട് നമ്മളടുത്ത്. നഴ്സറി സ്കൂൾ മുതൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കേണ്ടതുണ്ട്. അലിപ്തിസമ്മ പുതിയ കൺസ്ട്രക്ഷൻ വരേണ്ടതുണ്ട്. ഈ തരത്തിൽ ചർച്ചകൾ തുടങ്ങി. പക്ഷേ കഴിഞ്ഞ 6 മാസത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ ഏറ്റവും മനോഹരമായ പ്രവർത്തനം നടന്നത് ഈ ബൈലോ അമെൻമെൻ്റാണ്. അതിൻ്റെ അപ്രൂവൽസാണ്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ അത് ഇന്ന് ഞങ്ങൾക്കത് ഞങ്ങളുടെ കയ്യിൽ ആധികാരികമായി ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനം നടക്കുന്നത്. മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയ ഡിസിഷൻ എടുത്ത, മെമ്പേഴ്സ് ബെനിഫിറ്റിൻ്റെ കാര്യത്തിൽ എടുത്തൊരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി. എന്തൊക്കെയാണ് ഈ ഒരു അസോസിയേഷൻ്റെ ഭാവി പരിപാടികൾ? അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അക്കാഡമിയാണ് ഞങ്ങളൊരു സ്പെഷ്യലൈസ്ഡ് ഏരിയ. അപ്പോൾ അക്കാഡമിയിലെ നൂതനമായ സംരംഭങ്ങൾ കൊണ്ടുവരിക, പുതിയ കൺസ്ട്രക്ഷൻ ഡെവലപ്പ് ചെയ്യുക, ഒരു ഇൻ്റർനാഷണൽ കോർട്ട് ഷാർജ സ്കൂൾ ബോയ്സ് വിങ്ങിൽ കൊണ്ടുവരിക. അതോടൊപ്പം ഒരു ആരോഗ്യ മേഖലകളിൽ കൂടി എന്തുകൊണ്ട് നമുക്ക് എൻ്റർ ചെയ്തുകൂടാ എന്നൊരു ചർച്ച ഈ അടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം നീറ്റ് എന്നൊരു എക്സാം വളരെ നല്ല സക്സസ്ഫുള്ളായി നടത്തിയ
ഒരു സ്ഥലമാണ് ഷാർജ ഇന്ത്യൻ സ്കൂൾ. നീറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ ഇപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് മുമ്പിൽ വന്ന സമയമാണ്. പക്ഷെ എന്നാലും അത് സംബന്ധമായി ഇവിടെ CBSE ഡയറക്ടർ, നീറ്റ് ഡയറക്ടർ എന്താണ് പറയുന്ന ഒരു വിങ്, ഒരു ടീം ഇവിടെ വന്നിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ അവർ എക്സാമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു വലിയ അപ്രിസിയേഷൻ തന്നിരുന്നു. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടു. അവർ വളരെ സന്തോഷത്തിലാണ്. ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇതുമാതിരിയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ സന്തോഷം അവർ പങ്കുവച്ചു. അവർ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എന്തുകൊണ്ട് പോയിക്കൂടാ. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT അബുദാബി വന്നു 60 സീറ്റുകളുമായി. അത് നിങ്ങൾക്കൊക്കെ അറിയാം. എന്തുകൊണ്ട് IIM ദുബായിൽ വരാൻ പോവാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. എന്തുകൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് സംബന്ധമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്തുകൊണ്ട് ഷാർജയിലൊന്നുമില്ല? ഒരു തോട്ട് പ്രോസസ്സാണ്. അല്ലെങ്കിൽ അതുമാതിരിയുള്ള വേറെ അത് കിട്ടുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എന്തുകൊണ്ട് വന്നുകൂടാ? അപ്പോൾ അത് ഒരു ചർച്ചയ്ക്ക് ഞങ്ങളുടെ ഇടയിലുണ്ട്. ഇപ്പോൾ അത് വളരെ സജീവമായിട്ട്. ഒരു പക്ഷേ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അതും കൂടി എന്ന് വെച്ചാൽ ഇപ്പോൾ ടൂറിസത്തിൽ വലിയൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. ഷാർജ എന്ന് പറയുന്ന സ്ഥലം മിഡിൽ ഈസ്റ്റിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. അതോടൊപ്പം എഡ്യൂക്കേഷൻ തലസ്ഥാനം കൂടിയാണ്. ഈ സൈനസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനം അത് അതിബൃഹത്തായ പദ്ധതിയാണ് ഷാർജയിൽ വരാൻ പോകുന്നത്. ഷാർജയിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച കാർഷിക സർവകലാശാല വരാൻ പോകുന്നത് ഷാർജയിലാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ സാധ്യത ഷാർജ തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ചേർന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിപ്പോൾ അത് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഞങ്ങൾ ഓരോ അജണ്ട എടുത്ത് പ്രവർത്തിക്കണം. അത് ഒപ്പം അതിനകത്ത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ രൂപരേഖ അല്ലെങ്കിൽ അതിന് അടുത്ത എന്താണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 വർഷം പിന്നിട്ട ഇന്ത്യൻ അസോസിയേഷന് 45ന ഒരു പരിപാടിയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. 45 പ്രോഗ്രാം ഈ ഒറ്റ വർഷം കൊണ്ട് തീർക്കാവുന്ന 45 പരിപാടികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുഴുവൻ ഇവിടെ പറയുന്നതിന് കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ 45 പരിപാടികളിൽ കുറേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് കൂടുതൽ നടപ്പിലാക്കണം അതായത് ഫുട്ബോൾ ഗ്രൗണ്ട്, കോളേജ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, ഇൻറ്റേർണലി ഉള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഹിയറാർക്കി, സ്കൂളിൻ്റെ പ്രശ്നങ്ങൾ, സ്കൂളിനെ കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്യുന്നതിന് തുടങ്ങിയിട്ടുള്ള വിവിധ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഘടന ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളി എന്താണ്? അതില്ലെങ്കിൽ അങ്ങനെ ഒരു വെല്ലുവിളി നേരിടുന്നതിന് നിങ്ങൾ എടുത്തുന്ന ഒരു നടപടി എന്തായിരിക്കും? ഇന്ത്യൻ അസോസിയേഷൻ നേരിടുന്ന വെല്ലുവിളി എന്നാണോ ഉദ്ദേശിച്ചത്? അതെ, ഈ ഒരു ഭരണസമിതിക്ക് മുമ്പിൽ വരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മളുടെ പ്രധാനപ്പെട്ട ഇതിൻ്റെ 2 തരത്തിലാണ് ഇതിനെ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടാണ് നമ്മൾ തുടർന്നു വന്നത്. ഇബ്തിസാമ സ്കൂളിൻ്റെ അപ്രൂവലുമായി ബന്ധപ്പെട്ട്, സ്കൂളിൻ്റെ പേപ്പറുകളുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ സ്റ്റാഫിൻ്റെ വിസകളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ലീഗലൈസ് ചെയ്യുന്നതിനുള്ള കൃത്യമായിട്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ കാർപ്പറ്റിൻ്റെ അടിയിലിട്ട് പോകുന്നതല്ലാതെ പുറത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന രീതി ആയതുകൊണ്ട് ഒരുപാട് വെല്ലുവിളികൾ ഞങ്ങൾ ഈ കഴിഞ്ഞ 5-6 മാസത്തിനകത്ത് നേരിട്ടിട്ടുണ്ട്. അതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും ആണ് നേരിട്ടത്. പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള വെല്ലുവിളികളായിരുന്നു. 2, നമുക്ക് നേരിടാനുള്ള വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ പ്രവാസ ലോകത്തെ ഇന്ത്യൻ സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലും ക്ലിനിക്കൽ ഈ പറയുന്നത് ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള മേഖലകളിലുമൊക്കെ ഏത് തരത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്ന ഒരു തിങ്ക് പ്രോസസ്സ് ആണ് നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകും. അതിന് നമുക്കുള്ള ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായ എല്ലാ പ്രവാസ രാഷ്ട്രീയം മാത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലൂടെ ഈ അസോസിയേഷൻ്റെ ഭരണസമിതിയിലെത്തിയത്. അപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ മൊത്തം ഇന്ത്യൻ സമൂഹത്തിന് ഗുണകരമായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കുറച്ചാളുകളുടെ കൂട്ടായ്മയാണിത്. അത് ശരിയാണ് എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഇതിനോട് കണ്ടിന്യൂ ചെയ്ത് പറയാനുള്ളത് ചാലഞ്ചസ് ഉണ്ടാവും. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ മാങ്ങയുള്ള മാവിന് കല്ലെറിയും എന്ന് പറയുന്ന മാതിരി പിന്നെ പ്രവർത്തനം നടക്കുമ്പോൾ കല്ലെറിയാനും ആൾക്കാരുണ്ടാവും. അത് ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി അത് സ്വീകരിക്കുകയാണ്. അതിലൂടെ ഞങ്ങൾ പാഠം പഠിക്കുകയാണ്. ഒരു പക്ഷേ ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന വലിയ ധാരണയിലൊന്നുമല്ല. ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്. വി ആർ 100% കറക്റ്റ് എന്ന് പറയുന്ന ഒരു ആൾക്കാരുമല്ല ഈ 18 അംഗ സമിതിയിൽ ഉള്ളത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്,
നമ്മൾ കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ നമ്മുടെ കൂടെയൊക്കെയുണ്ട്. ആ വ്യത്യസ്തയിൽ വരുന്ന ഒപ്പീനിയൻസ് അത് ഒന്നാക്കി ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ 6 മാസത്തെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. വളരെ നല്ല അഭിപ്രായങ്ങൾ, വളരെ നല്ല ഇത് നമ്മൾ സ്വരൂപിച്ചിട്ടാണ് നമ്മൾ ഒന്നിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് നടപ്പിലാവുന്നത്. ഇവിടെ ഒറ്റക്കായി ആരും ഒന്നും തീരുമാനിക്കുന്നില്ല. അത് കൂട്ടായി ആലോചിച്ച് വന്നിട്ട് എന്താണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി അസോസിയേഷൻ സ്കൂൾ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ലീഗലൈസ് അത് ഞങ്ങൾ ആ ചാലഞ്ചസിനെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈലോ അതൊരു ചാലഞ്ച് ആയിരുന്നു. വൺ ഓഫ് ദി മോസ്റ്റ് ടാസ്ക് ആയിരുന്നു, വലിയ ടാസ്ക് ആയിരുന്നു. അത് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആയി വിതിൻ 6 months. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ വരുന്ന സമയത്ത് ഞങ്ങളത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരള സർക്കാർ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ പങ്കെന്താണ്? അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സംഭാവനകൾ ചെയ്യാറുണ്ടോ? കേരള സഭയിൽ പങ്കെടുത്ത കേരള സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് കേരള സഭയിൽ പങ്കെടുത്ത 2 ആൾക്കാരാണ് ഞങ്ങൾ. ഓക്കെ, അത് ചോദ്യമായിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നോർക്കയുടെ ആവട്ടെ, അതുപോലെ തന്നെ പ്രവാസ KSFIയുടേതാവട്ടെ, പിന്നെ പ്രവാസി ഡിവിഡൻഡ് സ്കീം ആവട്ടെ, പ്രവാസി പെൻഷൻ പദ്ധതി ആവട്ടെ, സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണയും അതിലുള്ള മാൻ പവറും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന നമ്മളുടെ എല്ലാ റിസോഴ്സസിനെയും നമ്മൾ അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ടാണോ അതിന് കൊടുക്കാൻ കഴിയുക എന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ ഇടപെടേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ തരത്തിലുള്ള പരാതികളെയും വിഷയങ്ങളെയും നേരിട്ട് നോർക്കയുമായി ബന്ധപ്പെടുന്നതിനുള്ള ഒരു ഏകജാലക സംവിധാനം എന്ന രൂപത്തിൽ ലോക കേരള സഭ ഇപ്പോൾ മാറിയിട്ടുണ്ട്. 113ഓളം ആളുകളുടെ കൂട്ടായ്മ, രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ, അതോടൊപ്പം തന്നെ നേരിട്ട് ലോക കേരള സെക്രട്ടേറിയറ്റിന് നമ്മുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നുള്ള സാധ്യത. അപ്പോൾ കഴിഞ്ഞ സഭയിൽ പങ്കെടുത്ത സമയത്ത് പ്രസിഡന്റ് ഇന്ത്യൻ അസോസിയേഷന് വേണ്ടി ഒട്ടേറെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോളോ അപ്പിലാണ് ഞങ്ങൾ ഇവിടെ ഒരു അക്ഷയ സെൻറ്റർ, എല്ലാ മലയാളികൾക്കും ഉപകാരപ്രദമാവുന്ന രൂപത്തിലുള്ള ഒരു അക്ഷയ സെൻറ്റർ, എല്ലാ ഗവൺമെൻറ് സർവീസുകളെയും ഏറ്റെടുക്കുന്ന ഒരു അക്ഷയ സെൻറ്റർ നടപ്പിലാക്കുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് ഇന്ത്യൻ അസോസിയേഷനിൽ വരുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ പ്രിമൈസസും ഞങ്ങൾ കൊടുക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ പ്രവാസ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള KSFIയുടെ ഈ ഒരു കൗണ്ടർ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളെയും കൊണ്ടുവരുന്ന രൂപത്തിൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സെൻറ്റർ മുഴുവൻ മലയാളികൾക്കും എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങൾക്കും കേന്ദ്രമായ ഒന്നാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം, ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക. മാറി വരുന്ന ഏത് സർക്കാർ വന്നാലും പ്രവാസികളുടെ കാര്യത്തിൽ ഒരു തോട്ട് പ്രോസസ്സാണ്, ഡിസ്കഷനാണ് നടക്കുന്നുള്ളത്. നമ്മുടെ ഈ വിമാന പ്രശ്നം പറഞ്ഞ കുറേ കാലങ്ങളായി എല്ലാ ഗവൺമെൻറ്റും പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പാർട്ടിയുടെ വ്യത്യസ്ത തലത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ്, എൻ്റെ ജനറൽ സെക്രട്ടറി വേറൊരു പാർട്ടിയുടെ വ്യത്യസ്ത തലത്തിൽ ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾ പ്രവാസ രാഷ്ട്രീയം, ഞങ്ങൾക്ക് പ്രവാസ രാഷ്ട്രീയം എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ വിഷമേറിയ ബുദ്ധിമുട്ടേറിയ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളായി പോകുന്നത്. ഞങ്ങൾക്കൊരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ട്. ഈ പ്രവാസ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഈ വിമാന സർവീസ് സംബന്ധമായ പ്രശ്നം. ആദ്യത്തെ ചോദ്യം ഇത് പല ഗവൺമെൻറ്റിനോട് പറഞ്ഞു, കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിനോട് ഇത് ആദ്യം പറയേണ്ടത്. നമ്മൾ എല്ലാവരും ഉള്ള UPA ഗവൺമെൻറ് മുതൽ അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഫ്ലൈറ്റ് ഇവിടെ ഓടുന്നുണ്ട്, ഇത് വിസയർ എന്ന് പറയുന്നത്. അവരൊരു മെത്തോളജി ഉണ്ട്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ലൈറ്റ് എയർക്രാഫ്റ്റിൻ്റെ തരത്തിലുള്ള ഒരു പദ്ധതി അവർ ആവിഷ്കരിച്ചിട്ട് വളരെ ചെറിയ എമൗണ്ടിൽ അവരിപ്പോഴും യാത്ര സക്സസ്ഫുള്ളായി നടത്തിക്കൊണ്ടിരിക്കുക. അവർ ഈ തരത്തിൽ പോവുകയാണെങ്കിൽ വിതിൻ 10 years ദ ലാർജസ്റ്റ് ഫ്ലൈറ്റ് കമ്പനിയായി മാറും എന്നാണ് പുതിയ റിപ്പോർട്ട്സ് പറയുന്നത്. അക്കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രവാസ സമൂഹത്തിൽ നിങ്ങൾക്കറിയോ, എത്രയോ കുട്ടികൾ, എത്രയോ പാരൻസ് ഇപ്പോഴും നാട്ടിൽ പോകുന്നില്ല. നാട്ടിൽ പോകാൻ പറ്റില്ല, അവർക്ക് ഭീകര. ആ എമൗണ്ട് അവർക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിലേക്ക് അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള എമൗണ്ട് കൊണ്ടുവരുന്ന കുടുംബവും 2 കുട്ടികളാണെങ്കിൽ അവർക്കതൊരു സമ്പാദ്യമാണത്, അവർക്ക് പറ്റൂല പോകാൻ. ഇപ്പോൾ കേരള ഗവൺമെൻറ്, കേരളത്തിലെ MP മാർ, കേന്ദ്ര ഗവൺമെൻറ് ഇതിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ചേ പറ്റൂ.
കപ്പൽ സംവിധാനം വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷനൊക്കെ നടന്നു, എവിടെ എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ പോയിട്ട് അവിടെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ അസോസിയേഷൻ കപ്പൽ സർവീസ് തുടങ്ങുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ പേര് ഞങ്ങളുണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള സർക്കാർ അത് സംബന്ധമായി പോവുകയാണെങ്കിൽ അതിനെ പരിപൂർണമായിട്ട് അതിൻ്റെ സഹകരണം, അതിൻ്റെ ഓഫീസ് അടക്കം ഇവിടെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് ലീഗൽ ടീം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ തയ്യാറാണ്. ഏത് തരത്തിലുള്ള പ്രവർത്തനവും അതിനുവേണ്ടി നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഒറ്റ കാര്യമാണ് പറയാനുള്ള ഈ കാര്യത്തിൽ. ഇപ്പോൾ 1970-കളിൽ നമ്മളെ പ്രവാസം തുടങ്ങിയ ആൾക്കാർ, അല്ല അതിന് മുമ്പ് 60-ൽ തുടങ്ങിയതാണ്. 1970-ൽ ഇന്ത്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് ഈ രണ്ട് പറയുന്ന മഹത്തായ രാജ്യത്തിൻ്റെ ട്രേഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് $170 മില്യൺ. അന്ന് അതിൻ്റെ ഒരു നല്ലൊരു ശതമാനം കേരളമായി. ഇന്ന് 2024 2030 ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത് $100 ബില്യൺ $100 ബില്യൺ. 1 ബില്യൺ അല്ല, 10 ബില്യൺ അല്ല, $100 ബില്യൺ. ഞങ്ങളന്ന് അവിടെ പോയി ചോദിച്ചത്, ഇതിൽ എത്ര ശതമാനമാണ് നമുക്ക് കേരളത്തിന് കിട്ടേണ്ടത്? കേരളത്തിന് കിട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സാധാരണക്കാർക്കാണ് അതിന് ബെനിഫിറ്റ് കിട്ടുക. അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലെ സാധാരണക്കാർക്കാണ്. നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എല്ലാ മേഖലകളിലും നമ്മുടെ വിഭവശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ട്രെയിൻഡ് ടീച്ചേഴ്സ് വരേണ്ടതുണ്ട്, ട്രെയിൻഡ് നേഴ്സസ് വരേണ്ടതുണ്ട്, ട്രെയിൻഡ് ഡോക്ടേഴ്സ് വരേണ്ടതുണ്ട്. അങ്ങനെ ആ തരത്തിൽ എല്ലാ എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കാനുണ്ട്. അഗ്രികൾച്ചർ എക്സ്പോർട്സ് അത് വർദ്ധിപ്പിക്കാനുണ്ട്. ഈ ട്രേഡ് റിലേഷൻസ് എന്ന് പറയുന്നത് വെറും ഇവിടെ വന്ന് ജോലി ചെയ്ത് കാശാക്കൽ മാത്രമല്ല, അവിടെ നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി ഇതിലൊക്കെ ഇത് ബാധിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ കേരളത്തിൻ്റെ വേറൊരു സ്റ്റേറ്റ് ആണല്ലോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലെങ്കിൽ ഗൾഫ് മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ 4 മില്യൺ ഇന്ത്യക്കാരുള്ള ഒരു സ്ഥലമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അത് 2 മില്യൺ മലയാളികളാണ്. അതുപോലെ സൗദിയുണ്ട്, ഏകദേശം 4 മില്യൺ മലയാളികളുള്ള. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിന്, പ്രത്യേകിച്ച് കേരളത്തിന് ഇവിടെ നമുക്ക് നമ്മുടേതായ പദ്ധതികൾ ഉണ്ടായിക്കൂടാ? 2030 ആകുമ്പോഴേക്ക് നമ്മുടെ 100 ബില്യണിൽ ഒരു നല്ല ശതമാനം നമുക്ക് വരണ്ടേ? അത് വരാനുള്ള എന്ത് പദ്ധതികളാണ് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയത് എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അത് ഉണ്ടാക്കണം. നമുക്കൊരു മനോഹരമായ ഒരു പോർട്ട് പോകുന്നുണ്ട്, വിഴിഞ്ഞം പോർട്ട്. ഇപ്പോൾ ഇന്നലെയോ ഇന്നോ ആയിട്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഷിപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുക. ആ മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനൊക്കെ സ്പെഷ്യലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ മെസ്സേജ് അതാണ്. കേരളത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്പർ 1 നമ്മളല്ല. ഗൾഫിലെ, പ്രത്യേകിച്ച് UAE നമ്പർ 1 ബെനിഫിഷ്യറി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി. അതാരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഈ മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ആ പൊസിഷൻ പോയി എന്നത്. ആ പൊസിഷൻ തിരിച്ചു പിടിക്കലാണ് ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ്റിൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ കക്ഷികളുടെയും നമ്പർ 1 ടാസ്ക് എന്ന് പറയുന്നത് ഗൾഫിലുള്ള മണി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ട്രാൻസാക്ഷനിൽ കേരളം നമ്പർ 1-ലെത്തുക. അതിനെന്താണ് ചെയ്യേണ്ടത്? ആ ടാസ്ക് ഉണ്ടാക്കലാണ് കേരളത്തിലെ എല്ലാ കക്ഷികളുടെയും ഉത്തരവാദിത്വം എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. സാംസ്കാരിക മേഖലയിലെ ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് തരത്തിലാണ് അതല്ലേ ഉദ്ദേശിച്ചത്? സാംസ്കാരിക മേഖലയിൽ നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത്, എന്താണ് നമ്മുടെ അതിനകത്തുള്ള ലക്ഷ്യം എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ അക്ഷര തലസ്ഥാനം അല്ലെങ്കിൽ UAE അക്ഷര തലസ്ഥാനമായ ഷാർജയിലെ സാംസ്കാരിക കേന്ദ്രമാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്നാണ് ഞങ്ങളുടെ സങ്കല്പം. അപ്പോൾ ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന രൂപത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും ഞങ്ങൾ മുമ്പിലുണ്ടാവും എന്നതാണ്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പല സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ 45ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് 45 ലോകോത്തര സിനിമകളുടെ പ്രദർശനം ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും വേൾഡ് ക്ലാസിക് ആയിട്ടുള്ള 45 സിനിമകൾ ഈ വർഷം നമ്മൾ പ്രദർശിപ്പിക്കും. അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന പോലെ ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ സാധ്യതകൾ നമ്മൾ ഓൾറെഡി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് അടുത്ത് തന്നെ നടപ്പിലാവും. മറ്റൊന്ന്, ലോക കേരള സഭയിൽ പോയ സമയത്ത് കേരള സാഹിത്യ അക്കാദമിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞത് കേരളത്തിന് പുറത്ത് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ കൈകോർത്ത് പിടിച്ച് നടത്താമെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും ലോകത്തിലെ തന്നെ പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതിപ്പോൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ലൈബ്രറിയുടെ ആധുനികവൽക്കരണം നടക്കുന്നുണ്ട്. ഷാർജ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണഗതിയിൽ ഒരു ഹോൾ എടുത്തിട്ട് അവസാനിപ്പിക്കുന്ന രൂപത്തിലല്ല, ഇതെങ്ങനെ ഇന്ത്യൻ കോൺസുലേറ്റ് നമ്മളോട് സഹകരിക്കാമെന്ന് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ കുറേക്കൂടെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള സാധ്യതകളെ പരിഗണിക്കുന്നു. UAE-യിലുള്ള ഒട്ടേറെ എഴുത്തുകാരുണ്ട്, സാഹിത്യ കൂട്ടായ്മകളുണ്ട്. അവരെല്ലാം സ്കാറ്റേർഡായിട്ട് പല സ്ഥലത്തായിട്ട് വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇവരെ എല്ലാവരെയും കൂടെ ഒരു കിടക്കീഴിൽ കൊണ്ടുവരിക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എഴുത്തുകാരുടെയും സാഹിത്യകാരുടെയും കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പണി അടുത്തൊരു വർഷക്കാലം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ തന്നെ ഏറ്റവും വലിയ അംഗീകരിക്കപ്പെടുന്ന, ഇപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയുടെ പ്രതിനിധികളാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഈ ഒരു പ്രവാസ ലോകത്തുള്ള ഇന്ത്യൻ സമൂഹത്തോട് പ്രത്യേകിച്ച് മലയാളികൾക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്താണ്? സ്നേഹമാണ് അഖിലസാരമൊഴി. ഏറ്റവും നല്ല സന്ദേശം അതാണ്. കാരണം വെച്ചാൽ പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ, കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായ, സ്നേഹത്തിൽ ഊന്നി നിൽക്കുന്ന, പ്രവാസ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ മനസ്സോടുകൂടെ ഒന്നിച്ചു നിൽക്കുകയും നമ്മെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ അധികരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യണം എന്നതാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും കൂട്ടിക്കാരുണ്ടാവും? എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അതിൻ്റെ ഒരാളോട് ചോദിച്ചു, ഒരു ലീഡേഴ്സിന് വേണ്ട ഓരോ ആളും ഒരു ലീഡറാണ്. ഒന്നെങ്കിൽ നമ്മളൊരു സമൂഹത്തിൽ ലീഡറാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ലീഡറാണ്, ഓഫീസ് ലീഡറാണ്, അറ്റ്ലീസ്റ്റ് വീട്ടിൽ ലീഡറാണ്. അപ്പോൾ ലീഡറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ക്വാളിറ്റി എന്നുള്ളത് കൈൻഡ്നെസ് ആണ്. എന്തുകൊണ്ടാണ് കൈൻഡ്നെസ് ഉണ്ടാകുമ്പോൾ റെസ്പെക്റ്റ് വഴി, റെസ്പെക്റ്റ് കമ്മിങ് ഫ്രം കൈൻഡ്നെസ്. അപ്പോൾ ആ റെസ്പെക്റ്റിലൂന്നിയുള്ള പ്രവർത്തനം നടത്തിയാൽ ലോകം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മളെ അംഗീകരിക്കും. അപ്പോൾ യുവതലമുറയോട് പ്രത്യേകിച്ച് പറയാനുള്ളത് കൈൻഡ്നെസ് മനസ്സിലുണ്ടാക്കുക, റെസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യുക. ഈ കൈൻഡ്നെസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സ്വന്തം ആദ്യം റെസ്പെക്റ്റ് ഉണ്ടാക്കുക, ആദ്യം സ്വയം റെസ്പെക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഈ അമിതമായ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവില്ല സ്വന്തം റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ. വീട്ടിൽ റെസ്പെക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ വീട്ടിലൂടെ നല്ലൊരു ഹസ്ബൻഡും അച്ഛനും മകനൊക്കെ ആവും. അത് കഴിഞ്ഞ് സമൂഹത്തിൽ ഈ റെസ്പെക്റ്റ് ഉണ്ടാക്കുക, ഈ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അപ്പോൾ അവിടെ ഒരു നല്ലൊരു സമൂഹത്തിൽ നല്ല ലീഡറായിട്ട് വരും. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ നമ്പർ 1 ക്വാളിറ്റി എന്ന് പറയുന്നത് റെസ്പെക്റ്റും കൈൻഡ്നെസ്സും. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈസിയായി. അപ്പോൾ എല്ലാവരും പുതിയ തലമുറ പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ തലമുറ ഇങ്ങനെ സോഷ്യൽ സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടലുകൾ വളരെ കുറവാണ്. അപ്പോൾ അതിലൂടെ ഈ കൈൻഡ്നെസ്സിലൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സക്സസ്ഫുള്ളായിട്ട് ഈ ഞങ്ങളൊക്കെ പ്രവർത്തിച്ച പോലെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് പുതിയ തലമുറ ഞങ്ങൾ ഇതിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇപ്പോൾ ഞങ്ങൾ പുതിയ ഒരു ബോഡി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സ്കൂൾ അലുമിനി ഒരു ബോഡി ഉണ്ടാക്കുന്നുണ്ട്. പല ലോകത്തിലെ പല രാജ്യങ്ങളിലെ കുട്ടികളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുതിയ ലീഡർഷിപ്പിനും കൂടി സ്കൂളിലും അതോടൊപ്പം അസോസിയേഷനിലും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പുതിയ ഞങ്ങൾ വരുന്ന സബ് കമ്മിറ്റീസ് മൊത്തം എല്ലാ സബ് കമ്മിറ്റികളും യുവതലമുറയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 45 സിനിമകൾ ഇപ്പോൾ ഇവിടെ സാംസ്കാരിക മേഖലകളിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ യങ്സ്റ്റേഴ്സായ കുറച്ച് ചെറുപ്പക്കാരാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത്. അങ്ങനെ പല മേഖലകളിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, കം ഫോർവേഡ്, ഗീവ് ബാക്ക് ടു സൊസൈറ്റി. ജാക്മ എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്മാൻ, ചൈനീസ്, അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ 30 years യു ലേൺ, നെക്സ്റ്റ് 20 years യു ഏൺ, അടുത്ത 50 years കഴിഞ്ഞാൽ യു ഗീവ് ബാക്ക് ടു സൊസൈറ്റി. അത് നിങ്ങൾ അറിവായാലും സ്നേഹമായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ കാശായാലും യു ഗീവ് ബാക്ക് ടു സൊസൈറ്റി. ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. 50 വയസ്സ് കഴിഞ്ഞാണെങ്കിലും ഗീവ് ബാക്ക് ടു സൊസൈറ്റി. പ്രവാസ ലോകത്ത് കഷ്ടത അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി എന്നും എപ്പോഴും ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ നമ്മളോടൊപ്പമുണ്ട്. ആ ഒരു ധൈര്യത്തിൽ നമുക്ക് ഇനിയും തുടരാം.